ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് മുൻ ഡയറക്ടർ ജനറലും വിഖ്യാത അക്വാകൾച്ചർ ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ സുബ്ബണ്ണ അയ്യപ്പനെ മരിച്ച നിലയിൽ കണ്ടെത്തിയതിലെ ദുരൂഹത മാറുന്നില്ല. ശ്രീരംഗപട്ടണത്ത് കാവേരി നദിയിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തിയത്. അദ്ദേഹത്തെ കാണാനില്ലെന്ന് വിദ്യാരണ്യപുരം പോലീസ് സ്റ്റേഷനിൽ ബന്ധുക്കൾ പരാതി നൽകിയിരുന്നു. 3 ദിവസം മുമ്പാണ് ഡോക്ടർ എസ് അയ്യപ്പൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. തിരികെ വരാതായതോടെ അദ്ദേഹത്തെ കാണാതായതായി കുടുംബാംഗങ്ങൾ പോലീസിൽ പരാതി നൽകി. പിന്നീട് പോലീസ് നടത്തിയ തെരച്ചിലിലാണ് മൃതദേഹം കാവേരി നദിയിൽ നിന്ന് കണ്ടെത്തിയത്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മൈസൂരിലെ KR ആശുപത്രിയിലേക്ക് മാറ്റി. മരണകാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല. മത്സ്യോൽപാദനവുമായി ബന്ധപ്പെട്ട നീല വിപ്ലവത്തിൽ നിർണായക പങ്കുവഹിച്ച ശാസ്ത്രജ്ഞനാണ്. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫ്രഷ് വാട്ടർ അക്വാകൾച്ചർ ഡയറക്ടർ, നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറീസ് ചെയർമാൻ തുടങ്ങിയ പദവികൾ വഹിച്ചിട്ടുണ്ട്. 2022 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. മൈസൂരുവിലെ വിശ്വേശ്വര നഗർ ഇൻഡസ്ട്രിയൽ ഏരിയയിലെ അക്കമഹാദേവി റോഡിലാണ് ഡോക്ടർ എസ് അയ്യപ്പൻ താമസിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ സ്കൂട്ടർ നദീതീരത്ത് കണ്ടെത്തി. 3 ദിവസം മുമ്പ് ശ്രീരംഗപട്ടണയിലെ സായിബാബ ആശ്രമത്തിന് സമീപം നദിയിലേക്ക് ചാടിയതാണെന്നാണ് പ്രാഥമിക നിഗമനമെന്ന് പോലീസ് പറഞ്ഞു. ആത്മഹത്യയാണെങ്കിൽ കാരണം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. പുഴയുടെ തീരത്ത് നിന്ന് അദ്ദേഹത്തിന്റെ സ്കൂട്ടറും കണ്ടെത്തിയിട്ടുണ്ട്. മൃതദേഹത്തിന് 3 ദിവസത്തെ പഴക്കമുണ്ട്. ശനിയാഴ്ച രാവിലെ നദിയിലൂടെ ഒഴുകി വന്ന മൃതദേഹം പ്രദേശവാസികളാണ് കണ്ടത്. ഇവർ ഉടൻ തന്നെ പോലീസിൽ വിവരമറിയിച്ചു. സ്ഥലത്തെത്തിയ പോലീസ് 11:30ഓടെ മൃതദേഹം പുറത്തെടുത്തതായി മാഠ്യ SP മല്ലികാർജുൻ ഭലഖണ്ഡി പറഞ്ഞു. പിന്നാലെ നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം സുബ്ബണ്ണ അയ്യപ്പന്റേതാണെന്ന് തിരിച്ചറിഞ്ഞത്. ധ്യാനത്തിലും മറ്റും തൽപരനായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ നഗരത്തിലെ ധ്യാന കേന്ദ്രങ്ങളിലെല്ലാം പോലീസ് അന്വേഷണം നടത്തിയിരുന്നു. തന്റെ ഇരുചക്രവാഹനം സ്വന്തമായി ഓടിച്ചാണ് സുബ്ബണ്ണ നദീതീരത്ത് എത്തിയതെന്നാണ് പോലീസ് നിഗമനം. സംഭവത്തിന് പിന്നിലുള്ള ദുരൂഹത പുറത്തു കൊണ്ടുവരുമെന്ന് കമ്മീഷണർ സീമ ലത്കർ പറഞ്ഞു. സുബ്ബണ്ണ അയ്യപ്പ പതിവായി രാമകൃഷ്ണ ആശ്രമത്തിലും സായി ആശ്രമത്തിലും ധ്യാനത്തിനായി പോയിരുന്നതായി അദ്ദേഹത്തിന്റെ ബന്ധുവും അഭിഭാഷകനുമായ ശ്രീനിധി പറഞ്ഞു. 1955 ഡിസംബർ 10-ന് ചാമരാജനഗർ ജില്ലയിലെ യലന്തൂരിൽ ജനിച്ച ഡോക്ടർ സുബ്ബണ്ണ അയ്യപ്പന് മികച്ച അക്കാദമി മികവും പ്രൊഫഷണൽ കരിയറുമായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹം മംഗലാപുരത്ത് നിന്ന് ഫിഷറീസ് സയൻസിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടി. പിന്നീട് ബംഗളൂരുവിലെ കാർഷിക ശാസ്ത്ര സർവകലാശാലയിൽ നിന്ന് PhD പൂർത്തിയാക്കി. ഇന്ത്യയിലുടനീളം വിവിധ സ്ഥാനങ്ങളിൽ സേവനമനുഷ്ഠിച്ച അദ്ദേഹം രാജ്യത്തെ മത്സ്യകൃഷി ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനുള്ള നീല വിപ്ലവം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറീസിന്റെ ചെയർമാനായി സേവനമനുഷ്ഠിക്കുന്നതിനിടയിലായിരുന്നു അപ്രതീക്ഷിത വിയോഗം. 2013-ൽ കർണാടക രാജ്യോത്സവ അവാർഡ് നൽകി അദ്ദേഹത്തെ ആദരിച്ചിരുന്നു. ഇംഫാലിലെ സെൻട്രൽ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായും പ്രവർത്തിച്ചിട്ടുണ്ട്.